നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നതെന്നറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങളതാണോ? നിങ്ങൾ കോക്രോച്ചാണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിൻ്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾക്ക് സംശയമായി അപ്പം ചിലപ്പോഴും പാറ്റയാണോ എന്ന്. ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാവരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാളുകൾ മികവിൻ്റേതാണ്. നിങ്ങളെ ലോകത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പോൾ അതിന് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ RSS അനുകൂല പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന് മുഖം വെളുപ്പിക്കാനുള്ള ശ്രമമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞത്. വിസിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി SFIയും ഇന്ന് രംഗത്തെത്തി. അസഭ്യ പരാമർശം വിസിക്ക് ഭൂഷണമോ? വിസിയുടേത് എന്തു മാതൃക? ഈ ചോദ്യങ്ങളാണ് ബിഗ് ന്യൂസ് പരിശോധിക്കുന്നത്. സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ KS ഗോപകുമാർ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് LDFിൽ നിന്ന്, BJP നേതാവ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ്. ആദ്യം പ്രൊഫസർ AG ജോർജ്, നോക്കൂ, ആദ്യമായി അല്ല വൈസ് ചാൻസലർമാർ ഇങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ ഡോക്ടർ മോഹൻ കുന്നുമേലും ഇതിനു മുൻപും RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. തൊട്ടു മുൻപും RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റ്. അതിനുശേഷം അമ്മയെ അറിയാത്തവർ എന്നൊക്കെ പറയുക. ഈ കഴിഞ്ഞ ദിവസം അടക്കം പാറ്റ പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. RSSന് വിടുപണി ചെയ്യുന്ന ആളാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ എന്ന് ഇതിനോടകം ഈ ഉദാഹരണങ്ങളിലൂടെ അത് കാണിച്ചു തരികയുമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം വലിയ തരത്തിലുള്ള വിമർശനവുമായി ഇന്ന് രംഗത്തെത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയുടെ ആസ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് ഡോക്ടർ മോഹനൻ കുന്നുമേൽ. പ്രൊഫസർ AG ജോർജ്. മേഘ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നിലവാരമില്ലാത്ത ഒരു വൈസ് ചാൻസലർ കേരളത്തിലെ മാതൃ സർവകലാശാല എന്നറിയപ്പെടുന്ന കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഇരിപ്പിടത്തിലിരിക്കുന്നത് എന്നത് മലയാളികളാകെ അപമാനം കൊണ്ട് തലകുനിക്കേണ്ട സാഹചര്യമാണ്. ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇദ്ദേഹം ഒരു വൈസ് ചാൻസലർ എന്ന യാതൊരു തരത്തിലുള്ള നിലവാരവും പുലർത്താതെ ഒരു രാഷ്ട്രീയ സാധാരണക്കാരനേക്കാൾ താണ നിലവാരത്തിലേക്ക് വന്ന് പൂർണ്ണമായി തൻ്റെ മാതൃ രാഷ്ട്രീയ കക്ഷിയോടുള്ള വിധേയത്വം, സംഘപരിവാറിനോടും RSSനോടുമുള്ള വിധേയത്വം നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘ, ഓർക്കണം, കേരളത്തിൻ്റെ ഈ സർവകലാശാലയുടെ ഗതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഡോക്ടർ രാമസ്വാമി മുതലിയാർ, CP രാമസ്വാമിയർ കാലമൊക്കെ കഴിഞ്ഞു. അദ്ദേഹമൊക്കെ വൈസ് ചാൻസലറായിരുന്നവരാണ്. അതിനുശേഷം അതിപ്രശസ്തരായിട്ടുള്ള ഡോക്ടർ ജോൺ മത്തായി, പ്രൊഫസർ സാമുവൽ മത്തായി, ഡോക്ടർ RS കൃഷ്ണൻ, ഡോക്ടർ VK സുകുമാരൻ നായർ തുടങ്ങിയ അതിപ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ പണ്ഡിതന്മാരിരിക്കുന്ന കസേരയിലാണ് ഈ മോഹൻ കുന്നുമേൽ വൈസ് ചാൻസലറായി ഇരിക്കുന്നതെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ മറന്നു പോകുന്നു. ഞാൻ വൈസ് ചാൻസലർ എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. കാരണം യഥാർത്ഥത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമേൽ കേരള സർവകലാശാലയുടെ പൂർണ്ണസമയ വൈസ് ചാൻസലറല്ല, ഇൻചാർജ് ഭരണമാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് സർവകലാശാല മേഖലയിൽ പിണറായി സർക്കാർ വരുത്തിക്കൂട്ടിയതായിട്ടുള്ള സകലവിധമായിട്ടുള്ള തകർച്ചയുടെയും ഫലമായിട്ടാണ്
കേരളത്തിലെ സർവകലാശാലകൾ ഈ നിലയിലെത്തിയത് എന്ന് പറയാനും വളരെ സംഗതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. തുടക്കത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ മേഘ. കേരളത്തിലുള്ള 14 സർവകലാശാലകളിൽ 9 സർവകലാശാലകളിൽ ഇപ്പോഴും പൂർണ്ണസമയ വൈസ് ചാൻസലർമാരില്ല. ഇത് കേരളം ഉണ്ടായ 1956 ശേഷം ആദ്യത്തെ സംഭവമാണ്. അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. കാരണം ഓരോ സർവകലാശാലയിലും വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സർവകലാശാലകളുടെ അപ്പെക്സ് ബോഡിയായ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ചട്ടങ്ങളനുസരിച്ച് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇവിടെ പ്രതിസന്ധി ഉണ്ടായി. കാരണം എന്താണ്? പിണറായി സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷം ഈ സർവകലാശാലകളുടെയൊക്കെ ഭരണസമിതികൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അവരുമായി വിധേയത്വമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, അത് അധ്യാപകരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, പൊതുജന പ്രതിനിധികളാകട്ടെ, ആ ഭൂരിപക്ഷമുള്ള സമിതികളാണ് ഇതിൻ്റെ ഭരണസമിതിയിൽ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയവയിൽ ഉണ്ടായിരുന്നത്. ഞാൻ വിശദമായി അത് പറയാനായി ശ്രമിക്കുന്നില്ല. ഇവരുടെ പ്രതിനിധികൾ കൂടി ഉൾപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ചേർന്ന സെർച്ച് കമ്മിറ്റി വേണം UGCയുടെ നിയമം അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കാൻ. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി യഥാസമയം ഈ ബോഡികളുടെ പ്രതിനിധികളെ അയക്കാൻ ഈ സർവകലാശാലകളുടെ ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സർവകലാശാലകളുടെ ഭരണസമിതികൾ ശ്രമിച്ചില്ല എന്നാണ് അവിടെയാണ് ഇത് തുടങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻ ഗവർണറായ ചാൻസലറായിരുന്ന മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ ചാൻസലറായിരിക്കുന്ന ഗവർണറായിരിക്കുന്ന ആർലേക്കറും ഈ വിഷയത്തിൽ ഇടപെട്ട് അവരുടെ സർവാധിപത്യം സർവകലാശാലകളിൽ പുലർത്താൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അന്നത്തെ സർക്കാർ, പിണറായി സർക്കാർ, 1ഉം 2ഉം സർക്കാരും അന്ന് അധികാരത്തിലിരുന്ന ഗവർണർമാരുമായി ആക്ഷരികമായി സംഘട്ടനത്തിലേർപ്പെട്ടു. അതായത് സർവകലാശാലയുടെ സ്വയംഭരണ സ്വഭാവം നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ രാഷ്ട്രീയമായ ഇടപെടലിന് ബോധപൂർവം പിണറായി സർക്കാരും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാരായിരുന്ന ഡോക്ടർ KT ജലീലും ഡോക്ടർ KR ബിന്ദുവും ഒക്കെ അതിന് ശ്രമിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന ഉണ്ടായത്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ സർവകലാശാലയുടെ തലപ്പത്ത് പൂർണ്ണസമയ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉടലെടുത്തു. ആ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി VD സതീശൻ സർക്കാർ ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന സ്തംഭനത്തിന് അല്പമെങ്കിലും അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. ഞാൻ അങ്ങിലേക്ക് വരികയും ചെയ്യാം. ശ്രീ KS ഗോപകുമാർ, ഇമാതിരി സംഘത്തലവകളുടെയൊക്കെ വിചാരം ഇവർക്ക് വീണ് കിട്ടിയ ഇത്തരത്തിലുള്ള ഈ സ്ഥാനത്തിരുന്നുകൊണ്ട്, പദവിയിലിരുന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞാൽ അങ്ങ് കൈയടിച്ച് പാസ്സാക്കും അല്ലെങ്കിൽ അംഗീകരിക്കും എന്നൊക്കെയാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? ആ കുട്ടികൾക്ക് മൗനമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുഖത്തേറ്റ വലിയ ഒരു ആട്ടായിരുന്നു എന്നുള്ളതാണ് ആ മൗനത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുമില്ല. പോട്ടെ, അതായത് ഈ കഴിഞ്ഞ ദിവസം പാറ്റ പരാമർശം നടത്തുക, ഈ അമ്മയറിയാത്തവർ എന്ന് പറയുക, ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇങ്ങനെ നിലവാര തകർച്ച രാഷ്ട്രീയം പറയുന്നത്. ഈ അസഭ്യ പരാമർശം VCക്ക് ഭൂഷണമാണോ ശ്രീ KS ഗോപകുമാർ? കുന്നുമേൽ പോലുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥാനം ഏതാണെന്ന് ഒരു വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആൾ മനസ്സിലാക്കാത്തൊരു ഘടകമാണ്. ഒരു വൈസ് ചാൻസലർ താൻ ഇരിക്കുന്ന പദവി ഏതാണ്? കഴിഞ്ഞ കാലങ്ങളിൽ എത്രയെത്ര പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇരുന്ന പദവിയിലേക്കാണ് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക ചുമതലയാണ് തനിക്ക് കേരള സർവകലാശാല നൽകുന്നതെങ്കിൽ, താൽക്കാലിക ചുമതലയുമായി ബന്ധപ്പെട്ടാണ് സർവകലാശാലകൾ നൽകുന്നതെങ്കിൽ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇരിക്കുന്ന പദവി വളരെ കൃത്യമായ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ വ്യക്തിത്വങ്ങൾ, വളരെ മഹാരഥന്മാരായ ആളുകൾ, എന്നും സമൂഹത്തിൽ വിലകൽപ്പിക്കപ്പെടുന്ന ആളുകൾ, അക്കാഡമിക് രംഗത്ത് നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ വാക്കുകൾക്ക് മുഖവിലക്കെടുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും വൈസ് ചാൻസലർമാരാകുന്ന ആളുകളെ ആരും എഴുതി കളയാത്ത മേഖലയിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അധികാരം താൻ എന്തെല്ലാം കാര്യങ്ങൾ വർഗീയമായ രീതിയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസമുണ്ടായ പ്രചരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് അദ്ദേഹം കൊച്ചു കുട്ടികൾക്ക് മുൻപിലേക്കെത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തെ സൂചന മൗനം, അതായത് ഒരു വ്യക്തി മുകളിൽ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആരും കൈയടിക്കാനുണ്ടായിരുന്നില്ല.
അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തുകൊണ്ട് വന്ദേ മാതരം ആ വ്യക്തി പറയുന്നത് അമ്മ അറിയാത്തവർ എന്ന പദങ്ങളൊക്കെയുള്ള ഒരു വൈസ് ചാൻസലർ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ. എല്ലാ കാര്യങ്ങൾക്കും ഒരു മാതാവുണ്ട്. മാതാവ് ഇല്ലാത്ത ഒരു ഘടകങ്ങൾ പോലും എന്തിൻ്റെയും ഏത് ഒരു ഘടകം, ഒരു നിർമ്മാണ പ്രവർത്തനമായാലും ശരി, ഏതുമായി ബന്ധപ്പെട്ട ശരി, ഏത് സൃഷ്ടാക്കളായാലും ശരി, അതിലെല്ലാം ഒരു പദം നാം ഉപയോഗിക്കുന്ന മാതാവുണ്ട്. വന്ദേ മാതരം എന്ന പദം ഉപയോഗിക്കുമ്പോൾ വന്ദേ മാതരം ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഉപയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അനുബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും അതിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ തോളിലേറ്റി നടന്ന ജനസമൂഹവുമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് വന്ദേ മാതരം എന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ബ്രിട്ടീഷുകാരനെ പോരാടാൻ, ബ്രിട്ടീഷുകാരനെതിരെ സമര പോരാട്ടം നടത്തുമ്പോഴെല്ലാം ഈ വന്ദേ മാതരം ഉപയോഗിച്ചത്. വന്ദേ മാതരം ഏറ്റവും കൂടുതൽ മുഴുവനായി ചൊല്ലിയിട്ടുള്ളതെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ടുള്ളതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മതേതരത്വ രാജ്യമായി ഇന്ത്യ മഹാരാജ്യം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അതിലെ 2 സ്റ്റാൻസും അതിൽ മാത്രമേ ഉപയോഗിക്കപ്പെടേണ്ടതുള്ളൂന്നും മറ്റത് എല്ലാ സമൂഹത്തെയും ഒന്നായി കണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ള ആളുകളുടെയൊക്കെ തന്നെ ചർച്ചകളിലേക്ക് വരികയും അവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വന്ദേ മാതരം ഇവിടെ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് വന്നത്. ഒരാളും വന്ദേ മാതരം ചൊല്ലണ്ട എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അതുമായി സമാനമായി ചിന്തിക്കുന്ന ആളുകളോ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഓരോ പൊസിഷനും അത് എന്താ പറയുക, എല്ലാവരിലേക്കും നിർബന്ധിക്കപ്പെടുന്ന പ്രവണതയിലേക്ക് ഗവൺമെൻറ് പോകുമ്പോഴാണ്. വാജ്പേയി മന്ത്രിസഭ അധികാരത്തിലുണ്ടായിരുന്നു, നരേന്ദ്രമോദി മന്ത്രിസഭ കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നു. ആ രാജ്യത്തുണ്ടായിരുന്നപ്പോഴൊന്നും തന്നെ സമാനമായ പ്രവർത്തനങ്ങളിലേക്ക്, ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിലേക്ക്, ഇത് വലിയ സംഭവമാണെന്ന് ധരിക്കുന്നതിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. ഇന്ന് രാജ്യത്ത് ഓരോ ഘട്ടങ്ങളിലും വർഗീയ പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമാക്കി കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പോലെ ഇനി നാളെ നമ്മുടെ രാജ്യത്ത് ഈ വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെക്കൻഡ് ചാൻസ് പോയി കഴിഞ്ഞാൽ ബാക്കി ദേവികളുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു മതേതര രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകളായ ആ സെൻറ്റൻസുകളുടെയൊക്കെ പൂർത്തീകരണം കൊണ്ട് മാത്രമേ വന്ദേ മാതരം ചൊല്ലിയാൽ മാത്രമേ ഈ രാജ്യത്ത് അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്നും ഇന്നത്തെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ ജനറേഷൻ ഇന്ന് ഈ വന്ദേ മാതരത്തിലെ പദങ്ങളോ വന്ദേ മാതരത്തിലെ ആശയങ്ങളോ വന്ദേ മാതരത്തിലെ വരികൾ പൂർണ്ണമായി ചൊല്ലണമെന്നോ ആ ചർച്ചയിലേക്ക് പോകുന്നവരല്ല എന്നും ന്യൂ ജനറേഷൻ പുതിയ കാഴ്ചപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലും ഒക്കെ തന്നെ ശക്തമായ വിദ്യാർത്ഥി സമരങ്ങളും കൂട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അവരാരും തന്നെ ഇത് ന്യൂ ജനറേഷൻ്റെ ഇടയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ ചർച്ചയിൽ വന്ദേ മാതരത്തിന് എത്ര പ്രസക്തിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന, അതിനെ ഒന്നുകൊണ്ട് പോലും ചിന്തിച്ച് ആ വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് താഴെ ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ളതിലേക്ക് ഒരു സ്ലോട്ട് ഇട്ട് അതിനകത്ത് ഞങ്ങളുടെ കമൻസ് ഒന്ന് സ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ കമൻസ് പോലും എഴുതാൻ തയ്യാറാകാത്ത, അത് ഞങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടായി ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ്റെ ലോകത്താണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വൈസ് ചാൻസലർ തനിക്ക് വാർത്ത കിട്ടാൻ വൈസ് ചാൻസലർ തന്നെ സംരക്ഷിക്കുന്ന ആളുകളുടെ കഥാപാത്രമായി ഞാനാണ് ഏറ്റവും വലിയ കഥാപാത്രം, ഞാനാണ് അതിലെ ഏറ്റവും നല്ല നടൻ എന്ന് ചിന്തിക്കാനുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതും കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിക്കൊണ്ട് പത്രസമ്മേളനം. അതിനേക്കാൾ സർവകലാശാലയ്ക്കകത്ത് പോലും സർവകലാശാലയിലെ പല പ്രവർത്തനങ്ങളിലും പലരെ നിയോഗിക്കുന്നതിനകത്തും ഏറ്റവും കഴിവുള്ള ആളുകൾ പല സ്ഥാനത്തും ഇരിക്കേണ്ട ആളുകൾ, എലിജിബിളായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ആ സർവകലാശാലയിൽ തങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്ന, തന്നോടൊപ്പം ചിന്താഗതികൾ ഷെയർ ചെയ്യാൻ തയ്യാറാകുന്ന, പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായും താൻ മുന്നോട്ട് വയ്ക്കുന്ന താൻ നിൽക്കുന്ന ചിന്താഗതി ഷെയർ ചെയ്യുന്ന ആളുകളെ പല സ്ഥാനത്തേക്കും യൂണിവേഴ്സിറ്റിക്ക് നിയോഗിക്കപ്പെടുന്ന അവസ്ഥ കഴിഞ്ഞ ഇദ്ദേഹം കേരള സർവകലാശാലയിൽ, ഞാൻ സിരിക്കി ഡൊംബ്രാൻ സർവകലാശാലയാണ്, ആ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കാഴ്ച നമുക്ക് ബോധ്യപ്പെടും. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, പാടേ മറന്ന രാഷ്ട്രീയം പറയുകയാണ്. നിലവാരമില്ലായ്മ, മര്യാദയ്ക്ക് പറയുന്ന ഭാഷയിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഏറെ ഗൗരവതരമല്ലേ ഇത്? മേഘ, ഇപ്പം ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോൾ വന്ദേമാതരം കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു വൈസ് ചാൻസലർ ഭാഷ അല്ലായിരുന്നു. അദ്ദേഹം ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫുൾ ടൈം ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന് വെച്ചാൽ എന്താണ്, എന്നെ മാറ്റിക്ക് എനിക്ക് ജീവിതകാലം മുഴുക്കെ എനിക്ക് ആളുകളെ ഡോക്ടറായിട്ട് ചമഞ്ഞുകൊണ്ട് എനിക്ക് നിൽക്കാമെന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ്.
നമുക്കൊരു വൈസ് ചാൻസലറായിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഗൗരവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അദ്ദേഹം പറയുന്ന ഭാഷ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷനല്ലേ, പുതിയ തലമുറ വാർത്തെടുക്കേണ്ട ഒരു അധ്യാപക സർവകലാശാലയിലെ ഒരു തലവനല്ലേ. നോക്ക് എന്താണ് ഇതിവിടെ സംഭവിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും കാണുമായിരിക്കും. അദ്ദേഹത്തിന് ഇതല്ലെങ്കിൽ വേറെ BJP സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പം നോക്കൂ ഇപ്പം അദ്ദേഹം ഒരു RSSൻ്റെ യോഗത്തിൽ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പോകുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പോകണമെങ്കിലോ, പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ഏതാണ് മഹത്വം, ആ മഹത്വത്തിനെ അദ്ദേഹത്തിന് തിരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോണത്. അപ്പോൾ ഇതൊരു സന്ദേശമാണ്. അതൊരു സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാം പ്രതികരിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് സാറ് പറഞ്ഞത് ഈ 10 വർഷം കൊണ്ടാണ് ഇവിടുത്തെ സർവകലാശാലകളെല്ലാം പ്രശ്നമായിട്ടുള്ളതെന്ന്. നോക്കൂ ജോർജ് സാറേ, ഇപ്പോൾ സിൻഡിക്കേറ്റിലായിരുന്നാലും ഭൂരിപക്ഷം നമുക്കുണ്ടെങ്കിലും ഈ അതിൻ്റെ ചാൻസലർ ആരാണ്? ഗവർണർമാരാണ്. ഗവർണർമാർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുമ്പ് ഗവർണർമാർ ഇരുന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സദാശിവമല്ല ഇവിടെ ഇരുന്നിട്ടുണ്ടല്ലോ. അത് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ഇവിടെ ചാൻസലറായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള വൈസ് ഗവർണറും തൊട്ട് മുമ്പുള്ള ഗവർണറും അതുവരെ എന്നൊരു RSS അജണ്ട നടപ്പിലാക്കാൻ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി നമ്മൾ അത് എതിർക്കും. അത് എതിർത്തേ തീരുള്ളൂ. കാര്യം ഇപ്പം നമ്മൾ സിൻഡിക്കേറ്റ് സെനറ്റിലായിരുന്നാലും നമ്മൾ പാസ്സാക്കി അവിടെ നിന്ന് നമ്മൾ ആളുകളെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യലാണ് ചാൻസലർക്കല്ലേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അതൊരു സ്വയംഭരണ സംവിധാനമാണ്. ഇപ്പം ദേവസ്വം ബോർഡിനെ പോലെയാണ്. ഇപ്പം നമുക്കൊരു മന്ത്രിക്ക് പറയാമെന്നല്ലാതെ ദേവസ്വം ബോർഡിന് അതിൻ്റെ ഒരു പരമാധികാരം ഉള്ളതുപോലെയാണ് യൂണിവേഴ്സിറ്റീസും. അപ്പം അദ്ദേഹം ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനങ്ങളും തിരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത്. അപ്പം വളരെ എന്താണ് രീതിയിൽ നമ്മൾ ഒപ്പോസ് ചെയ്യുന്നത്. ഇടതുപക്ഷം അത് 100% അത് ഒപ്പോസ് ചെയ്യുന്നത്. നോക്ക് ഗവർണർ തന്നെ വിളിച്ചിരിക്കുന്നത് DGP വിളിച്ച് അദ്ദേഹം നേരിട്ട് വിളിച്ചിരുന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെ DGP വിളിച്ച് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വ്യവസ്ഥായ താല്പര്യം കഴിഞ്ഞ ഇതിൽ. അപ്പോൾ അത് നമ്മൾ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഒരു RSS അജണ്ട ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ അനുവദിക്കില്ല. ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ, ശരി. ശ്രീ P. കൃഷ്ണദാസ്, നോക്കൂ, മോഹനൻ കുന്നുമേൽ പോയി പ്രസംഗിക്കുന്ന വേദി അത് RSS വേദിയാണല്ലേ, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വേദിയാണ്. ആ വേദിയിൽ പോയി ഒരു അക്കാഡമിക് തലവൻ പോയി പ്രസംഗിക്കുമോ എന്നുള്ളതാണ് ആദ്യ കാര്യം. 2, RSSൻ്റെ വേദി അത് ഏത് RSS ആണ്? വന്ദേമാതരം പാടിയ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരുടെ തെരുവിൽ ബ്രിട്ടീഷുകാരുടെ അടിയേറ്റ് കഴിവരം കയറിയും അവർ അനുഭവിച്ച ആ സമയത്ത് അതിനെ അനുകൂലമായി അല്ലെങ്കിൽ ഒരു ചെറുവിരൽ അനക്കാതിരുന്നവരുടെ അവരുടെ വേദിയിൽ പോയാണ് ഈ വന്ദേമാതരത്തെ കുറിച്ച് അല്ലെങ്കിൽ അമ്മയെ അറിയാത്തവർ എന്ന പരിഹാസത്തെക്കുറിച്ച് BC പറയുന്നത്. ശ്രീ P. കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട മേഘ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമോ അതല്ലെങ്കിൽ അതിന്റെ വിവക്ഷയുടെ ഭാഗത്തിലോ വരുന്നതല്ല. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട കമന്റിന്റെ ഭാഗമായി വരേണ്ടതാണ്. ഞാൻ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മേഘനോട് ചോദിച്ചത് അദ്ദേഹത്തിന് വേദികൾ പങ്കിടുന്നതിനെ സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷനെ സംബന്ധിച്ചാണ്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും VC-മാരെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളതായി എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ തിരുത്തുന്നതിൽ തെറ്റുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതും എൻ്റെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. കേരളത്തിൽ ഇപ്പോൾ എന്തോ പുതുതായി വൈസ് ചാൻസലർമാർ എന്തോ കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി സെറ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീ ജോർജ് സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമാണ്. അത് ഒരു പരിധിവരെ വാസ്തവമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സമിതിയിലേക്ക് അതിന്റെ സെലക്ട് കമ്മിറ്റിയിലേക്ക് ആളുകളെ നൽകാതെ അതിനുവേണ്ടി തടസ്സം നിന്ന് സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പൊതുസമൂഹത്തിലും ബഹുമാനപ്പെട്ട കോടതികളിലുമുള്ള ഒരു നിരവധി ഉത്തരവുകളിൽ നിരവധി തവണകളിൽ കോടതികൾ അതിൽ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരികയും ഉത്തരവുകളുടെ ഭാഗമായി വരികയും എല്ലാം ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ.
ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏഹ് കേരളം എന്തായാലും BJP ഭരിച്ചിട്ടില്ലല്ലോ. BJPക്കാകെ ഈ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാരെ കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്കും BJPക്ക് കടക്കാനുള്ള സാഹചര്യം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 1980-കൾ 90-കളുടെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ശ്രീ ജോർജ് സാറൊക്കെ ഒരു പക്ഷേ അധ്യാപകരായ കോളേജുകളിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ MG സർവകലാശാലയിലെ 2 വൈസ് ചാൻസലർമാർ 2013 മുതൽ 2018 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു എന്നുള്ളത് മേഘയ്ക്കും അറിയുന്നതായിരിക്കും. അവരുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകിയിട്ടുള്ള ക്വാളിഫിക്കേഷനിലെ തെറ്റായ വിവരങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യത VC ആയിട്ട് ഇരിക്കാനില്ല എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലിഗേഷൻ നേരിട്ടവർ VC-മാരായിരുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ MG യൂണിവേഴ്സിറ്റി. മറ്റൊന്ന്, കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലും 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലും അഴിമതിയുടെയും തെറ്റായ വിവരങ്ങൾ നൽകിയതിന്റെയും അതുപോലെ തന്നെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിക്കുന്ന, തങ്ങളുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ തങ്ങൾക്കെതിരെയുള്ള കേസുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം മറച്ചു വെച്ചതിന്റെ പേരിൽ കേരളത്തിലെ 2 VC-മാർ നിരന്തരമായി വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് നേരിട്ടുള്ള പ്രക്ഷോഭം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്റെ അറിവിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന കാലഘട്ടത്തിൽ സംസ്കൃത സർവകലാശാല കാലടിയിൽ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി വന്നത് ശ്രീ NVP ഉണിത്തിരി അവറുകളായിരുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ച്, അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ച്, കമ്മിറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് കേരളത്തിലുടനീളം കേരളത്തിലെ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ടുള്ളവരും ABVP വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ടുള്ളവരും മറ്റ് യുവജന സംഘടനകളും എല്ലാം നിരന്തരമായി നടത്തിയിട്ടുള്ള ഏതാണ്ട് 3-3.5 വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭം സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടങ്ങളിലുള്ളത് ഞാൻ ഓർത്തുപോവുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പൊ കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാർ നിരവധി ഘട്ടങ്ങളിൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്, അഴിമതിയുടെ കാര്യത്തിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്, വിവരങ്ങൾ മറച്ചു വെച്ചതിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്, ക്രമക്കേടുകളുടെ പേരിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം BJP ഭരിക്കാത്ത സമയത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ള വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിന്നെ ഒരു വൈസ് ചാൻസലർ ഒരു യോഗത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന് കയ്യടി കിട്ടിയില്ല. കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ കയ്യടി കിട്ടാതിരിക്കുന്നു. എന്തിന്? നമ്മുടെ ഈ സമരങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ പോലും രാജ്യത്തെ നിരവധി പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പല വേദികളിലും പോയി പ്രസംഗിക്കുമ്പോൾ അവർക്ക് കയ്യടി കിട്ടുന്നില്ല. കയ്യടി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ പ്രശ്നം. ശ്രീ P. കൃഷ്ണദാസ്, നോക്കൂ, അദ്ദേഹത്തിന്റെ നിലവാര തകർച്ച, അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ്, പക്ക രാഷ്ട്രീയം പറയുകയാണ്. ഇത് ഒരു VC എന്ന നിലയിൽ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന് ചേർന്നതാണോ എന്നുള്ളതാണ്. കയ്യടി കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അതല്ലല്ലോ വിഷയം. ബഹുമാനപ്പെട്ട മേഘ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ മുൻകാലങ്ങളിലെ VC-മാർ കേരളത്തിൽ പ്രൊഫസർ AG ജോർജ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ 1-2 കാര്യങ്ങളോടൊന്ന് ബന്ധപ്പെടുത്തി എനിക്ക് പറയേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞു ഈ സർവകലാശാല വൈസ് ചാൻസലർമാർ എവിടെ പോകണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങേപോലെ വളരെ സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനായിട്ടുള്ള ആൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഔചിത്യം എന്നൊരു പദമുണ്ട് മലയാളത്തിൽ. ഔചിത്യം, അതിന് ഇംഗ്ലീഷിൽ പ്രൊപ്രൈറ്റി എന്ന് പറയും, സെൻസ് ഓഫ് പ്രൊപ്രൈറ്റി എന്ന് പറയും. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച്, അങ്ങ് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റു കോടതികളിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണെങ്കിൽ അങ്ങേക്ക് ആത്മമായ ഒരു ബോധം ഉണ്ടാകണം. ഞാൻ ഇത്രയും സമൂഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, എൻ്റെ പ്രൊഫഷനിൽ ഒരു മാന്യത പാലിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഔചിത്യം പാലിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് എന്ന് തീർച്ചയായും നന്നായി തിരിച്ചറിയുന്ന ഒരു അഭിഭാഷകനാണ് അങ്ങ് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇവിടെ വൈസ് ചാൻസലർ പോയി സംസാരിച്ചത് സാങ്കേതികമായി, നിയമപരമായി, യുക്തിസഹജമായി ഒക്കെ ശരിയാണെന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ മുൻകാല അങ്ങയുടെ സർട്ടിഫിക്കറ്റ്, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു അധ്യാപകനായിരുന്നു, അങ്ങയുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്ന വൈസ് ചാൻസലർമാരെ കുറിച്ച് അങ്ങൊന്ന് ഓർത്തു നോക്കണം. ആരായിരുന്നു, എത്ര പ്രതിഭാധനന്മാരായിരുന്ന ആളുകളാണ്. ഇപ്പോഴും അങ്ങ് സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുന്നുണ്ടാകും. അതിനടിയിൽ സാക്ഷാൽ വൈസ് ചാൻസലർമാരാണ് ഒപ്പിട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ. ഇവിടെ അങ്ങനെ അതികായന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ
ഇരുന്നതായിട്ടുള്ള സർവകലാശാല വൈസ് ചാൻസലർ തസ്തികയിൽ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുകയും ഇതുപോലെയുള്ള ഭാഷ ഉപയോഗിക്കുകയും യാതൊരു ഔചിത്യബോധവുമില്ലാതെ താനിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മാഹാത്മ്യം എത്രയാണ് എന്ന് തിരിച്ചറിയാതെ ഈ നിലവാരത്തിലേക്ക് പോകുന്നതിൽ അങ്ങയെപ്പോലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് അവരാണ് മറുപടി പറയേണ്ടതെന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിൽ അഭികാമ്യമായിട്ടുള്ളത്? പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അദ്ദേഹത്തിൻ്റെ സാങ്കേതികത്വത്തിൽ നമ്മൾ പറഞ്ഞ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിൽ ഇടുന്നതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ സംബന്ധിച്ചൊന്നും ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങ് നന്നായി കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ നിലയിലാണോ നമ്മുടെ മുൻകാല ഞാനിവിടെ തുടക്കത്തിൽ തന്നെ ചില വൈസ് ചാൻസലർമാരെ പേരുകൾ പറഞ്ഞു, അങ്ങും കേട്ടിട്ടുള്ള ആളുകളാണ്. ഡോക്ടർ ജോൺ മത്തായി, സാമുവൽ മത്തായി, ഡോക്ടർ RS കൃഷ്ണൻ, ഡോക്ടർ A ജയകൃഷ്ണൻ, ഡോക്ടർ VK സുകുമാരൻ നായർ. ഈ കാലത്തെ വൈസ് ചാൻസലർമാരെയൊക്കെ അങ്ങ് ഓർക്കുന്നുണ്ടോ? എൻ്റെ വിചാരം അവരുടെയൊക്കെ കാലഘട്ടം എന്തായിരുന്നു? അവർക്കൊക്കെ രാഷ്ട്രീയ അഭിപ്രായം ഇല്ലാത്തവരാണെന്ന് അഭിപ്രായം എനിക്കില്ല. അവർക്കെല്ലാം രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇരിക്കുന്നതും വഹിക്കുന്നതുമായ പദവിയെക്കുറിച്ചുള്ള ബോധമില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അങ്ങനെയുള്ളവർ ഇരിക്കാൻ യാതൊരു തരത്തിലും പാടില്ല എന്ന് സമൂഹം പറഞ്ഞാൽ അതൊട്ടും അധികപ്പറ്റാവുകയില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം അങ്ങ് പറഞ്ഞത്, 2 സർവകലാശാല വൈസ് ചാൻസലർമാർ ചില തെറ്റുകളൊക്കെ കാട്ടി അല്ലെങ്കിൽ സത്യങ്ങൾ മറച്ചു വെച്ചും അവ കൊടുത്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളിൽ അല്പമൊക്കെ കൃത്രിമത്വമൊക്കെ കാട്ടിയെന്ന് പറഞ്ഞു. 2 വൈസ് ചാൻസലർമാർ ഇരുന്ന കാലത്ത് ഞാൻ സർവീസിലാണ്. ഒന്ന് ഡോക്ടർ JV വിളനിലമാണ്. കേരള സർവകലാശാലയിൽ വളരെയേറെ യാതന അനുഭവിച്ച് സ്വന്തം ഓഫീസിൽ പോലും വരാൻ കഴിയാത്ത തരത്തിൽ ശാരീരികമായി പീഡനം അനുഭവിച്ച കേരളത്തിലെ ഏക സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ JV വിളനിലം. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് മുഴുവൻ പോകുന്നില്ല. രണ്ടാമത് അങ്ങ് സൂചിപ്പിച്ചത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ AV ജോർജ് എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലറാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ, ആരോപണമുണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു എന്നുള്ള കാര്യം വസ്തുതാപരമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിയമിച്ചത് അവരുടെ കള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനാധികാരികളാണ് അതിന് ഉത്തരം പറയേണ്ടതെന്ന് പറയുന്നത് സ്വല്പം കടന്ന കൈയാണ്. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ തീർച്ചയായും അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുകയും വളരെ 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 ഈ വികാരത്തോടു കൂടി തന്നെ അവർക്ക് ഈ സ്ഥാനങ്ങൾ ഒഴിയേണ്ടതായി വരികയും ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാനതിൻ്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? നമുക്കറിയാം, ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാദമികമായ നേതൃത്വം കൊടുക്കുവാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. അവിടെ രാഷ്ട്രീയ കക്ഷികളുടെ വിധേയത്വം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും എത്രയധികം നഷ്ടപ്പെട്ടു പോകും എന്നങ്ങ് ആലോചിക്കണം. ഇത് നമ്മുടെ ഈ മോഹൻ C കുന്നുമ്മൽ എന്ന് പറയുന്ന ഇന്നത്തെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇൻചാർജായിട്ടുള്ള ആൾ നിരന്തരമായി ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പോയി അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ എത്ര നിലവാരമില്ലാത്തതും സങ്കുചിതത്വം നിറഞ്ഞതുമാണ്. അദ്ദേഹം ഒരു സംഘപരിവാർ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരസ്യമായി സംസാരിക്കാൻ ആർജവം എന്നത് ഉദ്ധരണിയിൽ ഞാനിടുകയാണ്. ആർജവം കാട്ടുന്ന നിലയിലേക്ക് അദ്ദേഹം പോകുന്നെങ്കിൽ അദ്ദേഹത്തിന് ആരോടാണ് വിധേയത്വം? ഇങ്ങനെ ഒരു മതേതര സങ്കല്പമുള്ള ഈ ഒരു രാജ്യത്തെ ഒരു അതിപ്രശസ്തമായ സർവകലാശാലയുടെ പരിപാവനമായ വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ടതായ സാമാന്യ മര്യാദയും അന്തസ്സും, ഞാൻ ആദ്യം പറഞ്ഞതായ ഔചിത്യബോധവും എന്നേക്കുമായി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം പോലും ഇവിടെ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് സതീഷ് വസന്തൻ പറഞ്ഞു, അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ഞാൻ രോഗികളെ ചികിത്സിച്ച് ഞാൻ എൻ്റെ ശിഷ്ടജീവിതം കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് വസന്തനോട് എനിക്ക് പറയാനുള്ളത്, ദയവായി അദ്ദേഹത്തോട് പറയണം ഈ പരിപാടി മതിയാക്കി അദ്ദേഹം രോഗികളെ ചികിത്സിക്കാനായി പോകണമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആഗ്രഹം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് തന്നെ ഉദ്ധരിച്ചു. ഞാൻ അങ്ങ് പോയി പറയണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ആലങ്കാരികമായി പറയുകയാണ്. അദ്ദേഹം പോയി ഈ ചികിത്സയിലേക്ക് പോട്ടെ. ഇതുപോലെയുള്ള വിഷം ചീറ്റുന്ന രീതിയിൽ ഹീനമായിട്ടുള്ള സംഭാഷണങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ട സമയം
വൈകിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ശ്രീ കെ എസ് ഗോപകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ഒരു പാറ്റ പരാമർശം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നതെന്നറിയാവോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങളതാണോ? നിങ്ങൾ കോക്രോച്ചാണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിൻ്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾക്ക് സംശയമായി. അപ്പം ചിലപ്പോഴും പാറ്റയാണോ എന്ന്. ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാവരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. ശരി, പോരാ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ കെ എസ് ഗോപകുമാർ, നോക്കൂ, പാറ്റകളല്ലാത്തവർ ശബ്ദമുയർത്തു എന്ന് VC ആവർത്തിച്ച് ചോദിച്ചിട്ടും സദസ്സിലെ കുട്ടികൾ പ്രതികരിക്കാതെ നിശബ്ദത പാലിച്ചത് അത് വലിയൊരു തിരിച്ചടിയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേലിനെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, ഈ ഗവർണർമാരിലൂടെ ഇത്രയ്ക്ക് നിലവാരമില്ലാത്ത, യോഗ്യതയില്ലാത്തവരെ കുത്തി നിറച്ച് സർവകലാശാല പിടിക്കാൻ ശ്രമിക്കുന്ന ഈ 100 ശ്രമം, ആ ആത്മാർത്ഥത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ സിസ്റ്റം നന്നാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനില്ലല്ലോ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വളരെ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചതാണ്. ഈ രാജ്യം ഭരിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേതായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേതായ അനുഭവം നിൽക്കുന്ന അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ നിരവധിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനികളെ നിശ്ചയിക്കുന്ന വൈസ് ചാൻസലർമാരുടെ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന സമയങ്ങളിൽ പോലും ഈ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ജനം മാൻഡേറ്റ് നൽകിയ ഒരു ഭരണസംവിധാനം ഫെഡറൽ സിസ്റ്റം നിൽക്കുമ്പോൾ ആ ഫെഡറൽ സിസ്റ്റത്തിനെ എല്ലാ മാന്യതകളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വാജ്പേയി അധികാരത്തിൽ വരുന്ന സമയത്താണ് ആദ്യമായി BK ശേഖറിനെ കേരള സർവകലാശാലയിലേക്ക് ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റിന് വിപരീതമായി BK ശേഖറിനെ സെനറ്റിലേക്ക് നിയോഗിക്കപ്പെടുകയും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭാരതീയ ജനതാ കേരള യൂണിവേഴ്സിറ്റിയിൽ 2 സിൻഡിക്കേറ്റ് മെമ്പർമാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നതല്ല, കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന നിരവധിയായ സെനറ്റ് അംഗങ്ങളിൽ നോമിനേറ്റ് ചെയ്യപ്പെടുകയും അത് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ഘടകങ്ങളിൽപ്പെട്ട യോഗ്യത അല്ലാത്ത ആളുകളുടെ കുത്തി നിറച്ച ശേഷം 2 പേര് തിരഞ്ഞെടുക്കുന്ന അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ ശേഷം കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയും തകർക്കുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ വേറെ സർവകലാശാലയിൽ നിൽക്കുന്നയാൾ ഈ പകുതി സമയം പോലും ഒരു സർവകലാശാലയിൽ വിനിയോഗിക്കപ്പെടാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ലഭ്യമാകാതെ പല കാര്യങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ട കുട്ടികളുടെ അവസരം നിഷേധിക്കപ്പെടുന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന ശേഷം ചെയ്യുന്ന തൻ്റെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യാൻ പോലും തയ്യാറാകാതെ ഒരു വൈസ് ചാൻസലറായി നിൽക്കുന്നയാളാണ് മോഹൻ കുന്നുമേൽ. ആ മോഹൻ കുന്നുമേലിനെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ ഒരു വൈസ് ചാൻസലറായി വരാൻ വേണ്ടി സെർച്ച് കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ആ സെർച്ച് കമ്മിറ്റിയുടെ രൂപവും ഘടനയുമൊക്കെ മാറ്റിയ ശേഷം ഒരു വൈസ് ചാൻസലർ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇത്രയും വളരെ വർഷക്കാലമായി VCമാർ ഇല്ലാതെ ഈ സർവകലാശാലകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർവകലാശാലകളിൽ ഓരോ വിദ്യാർത്ഥിയും തൻ്റെ ജീവിതം തകർക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് സംഘികൾക്കോ അതിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കോ അതിനുവേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവരുടെ വക്താക്കളായി മാറുന്ന മോഹൻ കുന്നുമേൽ പോലുള്ള ആളുകൾക്കോ ഈ സമൂഹം മാപ്പ് നൽകില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, സിസ തോമസിനെതിരായ സമരരീതികൾ, SFIയുടെ കുഴിമാടം ഉണ്ടാക്കിയ ആ രീതിയിലുള്ള സമരരീതികൾ തള്ളിക്കളയേണ്ടതല്ലേ? അതായത് ഇന്ന് ബഹുമാനപ്പെട്ട
നിങ്ങൾ സിസാ തോമസിന് മാത്രമല്ല, നോക്ക് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കുട്ടികൾ കൊണ്ടുപോകണമെന്നതിൽ നിന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു, ഒരു സംശയമില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റുകൾ നിങ്ങൾ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ അതുണ്ടെങ്കിൽ തിരുത്തി കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സർവകലാശാല എന്നാലും നേതാക്കളായിരുന്നാലും അതിൻ്റേതായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമരങ്ങൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ജോർജ് സാർ പറഞ്ഞു ഇവിടെ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കുഴിമാടം അത് പ്രതീകാത്മകമായി ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം അതിനെ ചെറുക്കേണ്ടതുണ്ട്. അല്ല, അത് 100% അത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ചെയ്ത് തെറ്റിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുപോകണം, അത് സംശയമൊന്നുമില്ല. അതിന് ഞാൻ പോയിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വരുന്നപ്പോൾ ഇപ്പോൾ ജോർജ് സാർ പറഞ്ഞാൽ ഇദ്ദേഹം ഒരിക്കലല്ല നിരന്തരമായി ഇങ്ങനെ ഈ പ്രകോപനം ആളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് നോക്ക്, ഈ ഒരു 10 വർഷം കൊണ്ടല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഗവർണർ, അതിന് മുമ്പത്തെ ഗവർണറൊക്കെ വന്നപ്പോൾ മാത്രമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വരണമുണ്ടല്ലോ, സിൻഡിക്കേറ്റ് പിടിച്ചെടുക്കുക, സെനറ്റ് പിടിച്ചെടുക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് തെറ്റായ നടപടികൾ എവിടെ ഉണ്ടായാലും അത് അതിശക്തമായി വിമർശിക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യും, ഒരു സംശയവുമില്ല. ശ്രീ പി കൃഷ്ണദാസ്, നോക്കൂ, ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്ക് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ മറുപടി പറയാം. സമയം പൂർണ്ണമായി അവസാനിച്ചതുകൊണ്ടാണ്. എനിക്ക് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച് നിരന്തരമായി നടക്കുന്ന ആരോപണങ്ങൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF UDF ഗവൺമെന്റുകൾ നടത്തിയ നടപടികളുടെ ഭാഗമായിട്ടുള്ളതാണ്. എനിക്ക് ജോർജ് സാറോട് ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഡോക്ടർ മോഹൻ കുന്നമ്മേൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഞാനിപ്പോൾ ഒന്ന് പരിശോധിച്ചു. അദ്ദേഹം 2016 കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർക്കുള്ള കേരള ഗവൺമെന്റിന്റെ അവാർഡ് നേടിയ ആളാണ്. നിരവധി ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും BJP ഗവൺമെന്റിലല്ലോ 2016 ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള അവാർഡ് നൽകിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിനകത്തില്ല. ആസ് പെർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ്. പക്ഷെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് അതിന്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ എതിരെയുള്ള വിമർശനം അത് ആളിപ്പടരുന്ന സാഹചര്യമാണ്. സമയം പൂർണ്ണമായി അവസാനിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുഖം വെളുപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ ഇന്ന് പ്രതികരിച്ചത്. വലിയ രൂക്ഷ വിമർശനങ്ങൾ SFIയുടെ ഭാഗത്തുനിന്നും ഒരു വേറിട്ട പ്രതിഷേധവും ഇന്നുണ്ടായി. ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധം കത്തുമോ, ഉയരുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത 4 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. ബിഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.